നമസ്കാരം. ആയുർജിരിയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് വയറ് കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ലൊരു ബെല്ലി ഫാറ്റ് കട്ടർ ഡ്രിങ്കാണ്. ഇതിന് മുൻപ് ഒരു അയമോദകൻ ഡ്രിങ്ക് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പേഴ്സണലി ഉപയോഗിച്ചിട്ട് റിസൾട്ട് കണ്ടിട്ടുള്ള ഒന്നാണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഒരു ദിവസം ഒരു ആഴ്ചത്തോളം നമ്മൾ ഈ ഒരു അയമോദകം വെള്ളം കുടിക്കുന്നു. അതിന് തൊട്ട് അടുത്ത ആഴ്ച ഞാൻ ഈ ഒരു ഫാറ്റ് കട്ടർ ഡ്രിങ്കായിട്ട് ഇതുപോലുള്ള കുക്കുംബർ ഉപയോഗിച്ചിട്ട് ഇന്ന് തയ്യാറാക്കുന്ന ഒരു ഡ്രിങ്ക് ഉപയോഗിച്ചിട്ട് അങ്ങനെ ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ മാറി ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ വളരെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ ഏറ്റവും നല്ലത് എന്ന് തോന്നിയിട്ടുള്ള 2 ഡ്രിങ്കുകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ വളരെ ഇഫക്റ്റീവായിട്ടുള്ള മറ്റൊരു ഡ്രിങ്കാണ് ഇന്നത്തെ ഡ്രിങ്ക്. ഇതിലും തന്നെ നമ്മൾ മെയിൻ ചേരുവയായിട്ട് ചേർക്കുന്നത് കുക്കുംബർ എന്നുള്ള ഒരു കണ്ടൻ്റാണ്. അപ്പോൾ ഈ കുക്കുംബർ എന്ന് പറയുന്നത് കക്കിരി നമുക്ക് സാലഡായിട്ടൊക്കെ തന്നെ ഉപയോഗിക്കാറുണ്ട്. ഇതിൽ 60% വെള്ളമാണ് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ സ്കിന്നിനും വളരെയേറെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ഹെൽത്തി ഡയറ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾക്ക് ബെല്ലി ഫാറ്റ് കുറയ്ക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മാത്രമല്ല, സ്കിൻ കെയർ നോക്കുന്നവർക്കും ഓവറോൾ ഹെൽത്ത് എപ്പോഴും കെയർ ചെയ്യുന്നവർക്കും ഒക്കെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ അതിൽ ചേർത്തിട്ടുണ്ട്. അളവൊക്കെ ഞാൻ കറക്റ്റായിട്ട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്കിത് ഫോളോ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഗുണം എന്ന് പറയുന്നത് മറ്റുള്ള ഡ്രിങ്ക്സൊക്കെ തന്നെ നമുക്ക് ഉപയോഗിച്ചാൽ ചെറിയൊരു ബ്ലോട്ടിങ് അല്ലെങ്കിൽ വയറ് വീർക്കുന്ന പോലെയോ അല്ലെങ്കിൽ വയറിന് എന്തോ ഒരു ചെറിയ ബുദ്ധിമുട്ട് തോന്നിക്കാറുണ്ട്. ഈ ഒരു ഡ്രിങ്കിന് അതില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ പറഞ്ഞതുപോലെ നല്ലൊരു വെജിറ്റബിളാണ്, എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ എപ്പോഴും ഇതിൻ്റെ മുഴുവനായിട്ടുള്ള വൈറ്റമിൻസൊക്കെ അടങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ തൊലിയിലൂടെയാണ്. തൊലി നമുക്ക് എത്രത്തോളം ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. നന്നായിട്ട് ഒരു ദിവസമൊക്കെ ഉപ്പ് വെള്ളത്തിലും മഞ്ഞൾപ്പൊടിയിലൊക്കെ ഇട്ട് വെച്ച് നന്നായിട്ട് വാഷ് ചെയ്തൊക്കെ എടുത്താൽ ഉപയോഗിക്കാമെന്ന് തോന്നുന്നു, അറിയില്ല. ഇനിയിപ്പം ഫാമിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ തൊലി കളഞ്ഞിട്ട് ഉപയോഗിക്കാം. എപ്പോഴും നല്ലത് തൊലിയോട് കൂടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഡ്രിങ്കിലും തന്നെ ഇത് വെറും വയറിൽ കുടിക്കാമോ എന്നുള്ളത് സംശയം വരാം. വെറും വയറിൽ കുടിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പം ഒരു 2 നേരമൊക്കെ ആയിട്ട് കുടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ചേരുവകൾ അതുപോലെയാണ്. വയറിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നതല്ല. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ സ്കിൻ കെയർ നോക്കുന്നവർക്ക് വളരെ ബെസ്റ്റാണ്. ഈ വാട്ടർ കണ്ടൻറ്റ് കൂടുതലുകൊണ്ട് നമ്മുടെ സ്കിന്ന് ആ ഒരു ഡ്രൈ ആയി പോകും. അത് ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. പിന്നെ അത് മാത്രമല്ല സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കി നിർക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് നിലനിർത്താനും ആ ഡ്രൈനെസ് കുറയ്ക്കാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. ഇതിപ്പം സാലഡായി കഴിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ ഈ ബെല്ലി ഫാറ്റ് കുറയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണെങ്കിൽ ഈ ഡ്രിങ്ക് ആയിട്ട് തന്നെ കുടിക്കണം. ഞാൻ ഈ പറഞ്ഞ അതേ ചേരുവകൾ തന്നെ ഉപയോഗിച്ചിട്ട് അതേ ക്വാണ്ടിറ്റിയിൽ ഉപയോഗിച്ചിട്ട് തന്നെ ഉപയോഗിക്കാം. ഇനിയിപ്പം പ്രത്യേകിച്ച് ഇതിൽ ഓവറോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഡൗട്ട് വരുന്ന കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു എന്ന് തോന്നുന്നു. ഏത് സമയത്ത് കുടിക്കാം എന്നുള്ളതാണ് പലപ്പോഴും എല്ലാവരും സംശയം ചോദിക്കാറുള്ളത്. അതൊക്കെ പറയാൻ വിട്ടുപോകുന്ന കാര്യങ്ങളാണ്. ഇന്നത്തേതിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇതിപ്പം എല്ലാ ഏജിലുള്ളവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. കുക്കുംബറൊക്കെ എല്ലാവർക്കും ഉപയോഗിക്കുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. കുഞ്ഞുങ്ങൾക്കെന്ന് പറയുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ ഇപ്പം കുടവയറൊക്കെ വരുന്നൊരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ അത് അവർക്ക് ഉപയോഗിക്കാം. ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് ഉപയോഗിക്കാം. അതൊക്കെ തന്നെ നമ്മുടെ എത്രത്തോളം നമുക്ക് സ്യൂട്ടാണെന്ന് തോന്നുന്നതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ശരീരത്തിൽ അമിതമായിട്ട് വിയർക്കുന്നവരുണ്ടാവും. അവർക്കൊക്കെ തന്നെ വളരെ യൂസ്ഫുള്ളാണ്. അപ്പം ഇന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബെല്ലി ഫാറ്റ് കുറയ്ക്കുന്ന ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ കുടിക്കുന്നതിന് കൂടെ ഫാസ്റ്റ് റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുടിക്കുകയും ചെയ്യുക. കൂട്ടത്തിൽ നമ്മൾ ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ 1-2 എക്സസൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സസൈസും കൂടി ചെയ്താൽ വളരെ യൂസ്ഫുള്ളാണ്. പെട്ടെന്ന് ചേഞ്ച് കാണാൻ സാധിക്കും. ഇനി എക്സസൈസ് ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ ഈ ഒരു ജ്യൂസ് മാത്രം കുടിച്ച് കുറയ്ക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറച്ചൊരു 1-2 മാസത്തോളമൊക്കെ നമ്മളൊന്ന് തുടർച്ചയായിട്ട് ചെയ്താൽ, ഡയറ്റും ഒന്ന് ഫോളോ ചെയ്താൽ വളരെ നല്ല വ്യത്യാസം തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് കണ്ടു നോക്കാം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഫാറ്റ് കട്ട് ഡ്രിങ്ക് അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ഡ്രിങ്ക് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ചേരുവ എന്ന് പറയുന്നത് സാധാരണ ചെറുനാരങ്ങയാണ്. അപ്പോൾ അത് ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ കാണുന്നതാണ്ടോ, വീടിനോട് ചേർന്നിരിക്കുന്ന ഒരു ചെറുനാരങ്ങ മരമാണിത്. ഒത്തിരി ഹൈറ്റൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു മരത്തിൽ ഒരുപാട് നാരങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ വെറുതെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഷൂട്ട് ചെയ്തതാണ്.
പഴുത്ത് വരുന്നതേ ഉള്ളൂ. ചെറുനാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള ഈ ഒരു ആസിഡും തന്നെ നമുക്ക് ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. മാത്രമല്ല ഡൈജഷനൊക്കെ പ്രോപ്പറായിട്ട് നടക്കും. കണ്ടോ, ഈ ഒരു ഹൈറ്റേ ഉള്ളൂ, നമുക്ക് പിടിക്കാനുള്ള ഒരു ഹൈറ്റിലുള്ളൊരു മരമാണ് ഇത്. നട്ട് പിടിപ്പിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു, പക്ഷെ ഉണ്ടായി കഴിഞ്ഞാൽ ഒത്തിരി അധികം കാലം തന്നെ നമുക്ക് എല്ലാ വർഷവും ഈ ഒരു നാരങ്ങ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു ലെമൺ ജ്യൂസ് ഹാഫ് പോർഷനേ എടുത്തിട്ടുള്ളൂ. ഒരു മീഡിയം സൈസ് ലെമണിൻ്റെ ഹാഫ് പോർഷൻ ഒരു ഗ്ലാസ്സിന് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ അസിഡിറ്റി പോലത്തെ പ്രശ്നങ്ങളൊക്കെ കൂടുതലുള്ളവരാണെങ്കിൽ ഇതെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെറും വയറിൽ കുടിക്കേണ്ട. ഭക്ഷണം കഴിഞ്ഞിട്ട് കഴിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എങ്കിലും എണീറ്റാൽ ഉടനെ കഴിക്കുന്ന ആ ഒരു കുടിക്കുന്ന ജ്യൂസിൽ ലെമൺ ജ്യൂസ് ചേർത്ത് കുടിക്കുന്നത് ചിലപ്പം അസിഡിറ്റി പ്രശ്നങ്ങൾ കൂട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ 1, 2, 3 ഡ്രോപ്സ് ഒക്കെ ഒഴിച്ചാൽ മതിയായിരിക്കും. ഇതിപ്പോൾ ഒരു ഹാഫ് ലെമൺ എടുത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എടുത്താൽ മതി. പക്ഷേ എപ്പോഴും തന്നെ ലെമൺ ജ്യൂസ് വളരെ എഫക്റ്റീവാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഒരു ഹാഫ് പോർഷൻ ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മെയിൻ ചേരുവ എന്ന് പറയുന്നത് നമ്മുടെ കുക്കുംബർ അല്ലെങ്കിൽ കക്കിരി തന്നെയാണ്, ലെമൺ അല്ല. ഒരു കുക്കുംബർ ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് കുക്കുംബറാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നന്നായിട്ട് വാഷ് ചെയ്ത് കുറേ സമയം വാഷ് ചെയ്തെടുത്തുകൊണ്ട് ഞാനിതിൻ്റെ ഒരു തൊലി കൂടെ ചേർത്തിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിലെ മെയിൻ ചേരുവ. ഇത് നമുക്ക് മിക്സിയിലൊന്ന് ജ്യൂസാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പം ലെമൺ ഒരു ഹാഫ് പീസായി, ഒരു ഫുൾ കുക്കുംബറായി, അതുപോലെ തന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി, ആ ഒരു ഇത്രയും വലുപ്പം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതേ അളവിൽ തന്നെ എടുത്താൽ മതി. ഇനി കൂടിപ്പോയാലും തന്നെ ഈ ജിഞ്ചറിൽ എപ്പോഴും ജിഞ്ചറോൾസും അതുപോലെ ഷാഗോൾസും ഉള്ള കോമ്പൗണ്ട്സ് 2 ഉള്ളതുകൊണ്ട് ഇത് ബയോളജിക്കൽ ആക്ടിവിറ്റീസ് ഒന്ന് നന്നായിട്ട് നടത്താൻ സഹായിക്കും. അതുകൊണ്ട് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും ഇൻഫ്ലമേഷനൊക്കെ ശരീരത്തിലുണ്ടെങ്കിൽ കുറയ്ക്കാൻ നല്ലതാണ്. പിന്നെ കുക്കുംബറിലും തന്നെ 45% കലോറീസ് ആണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ ഹെൽപ്ഫുള്ളാണ്. നല്ലൊരു ഡീടോക്സ് ഡ്രിങ്ക് ആയിട്ടും ഒക്കെ തന്നെ ഇത് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഹണി ചേർത്തിട്ടുള്ളതിൽ എസെൻഷ്യൽ വൈറ്റമിൻസും മിനറൽസും ഹെൽത്തി ഫാറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇതിലുള്ള എസെൻഷ്യൽ ഹോർമോൺസ് തന്നെ നമ്മുടെ അപ്പറ്റൈറ്റ് അല്ലെങ്കിൽ വിശപ്പിനെ സപ്രസ് ചെയ്യിക്കുന്നുണ്ട്. അതുകൊണ്ട് വെയിറ്റ് ലോസിന് വളരെ ഗുണം ചെയ്യും. അപ്പോൾ നമ്മുടെ ഒരു ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഹണിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് കുടിക്കാൻ റെഡിയായി. പരിചയപ്പെട്ടിട്ടുള്ള ഈ വയറ് കുറയ്ക്കാനുള്ള പാനീയം എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. ഞാനീ പറഞ്ഞ പോലെ വയറ് മാത്രമല്ല, തടി കൂടെ മൊത്തത്തിൽ നമ്മുടെ ഒരു ഓവറായിട്ട് വന്നിട്ടുള്ള ആ ഒരു എക്സസ് ഫാറ്റ് മുഴുവനും നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് എക്സസൈസും കൂടെ ചെയ്യണം, ഡയറ്റും ഫോളോ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള പൊതുവേ നമുക്കൊരു ഏജ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഡെലിവറി കഴിഞ്ഞാലൊക്കെ സ്ത്രീകളിലാണ് ഈ ഒരു ഫാറ്റ് പെട്ടെന്ന് അടിഞ്ഞു കൂടുന്നത് പുരുഷന്മാരെ അപേക്ഷിച്ച്. അപ്പോൾ മാക്സിമം ഇവർക്ക് എക്സസൈസ് ചെയ്യാനുള്ള സമയം കിട്ടില്ല. നല്ല രീതിയിലുള്ള ഒരു എക്സസൈസ് വീട്ടിൽ തന്നെ ജോലിക്കിടയിലും ചെയ്യുന്നുണ്ടായിരിക്കും. എങ്കിൽ പോലും വയറ് എന്നുള്ളത്, തടി കുറഞ്ഞാലും വയറ് മാത്രം ഇവിടെ ബാക്കി നിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട്. പലരും ബെൽറ്റ് ഇടട്ടെ എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അതൊക്കെ ഫോളോ ചെയ്യാം. അതിന് കൂടെ നിങ്ങൾക്ക് ഒരു ഡ്രിങ്ക് യൂസ് ചെയ്യാം. പ്രത്യേകിച്ചും ഡെലിവറി കഴിഞ്ഞിട്ടുള്ളവർക്കും ഇനിയിപ്പം ഡെലിവറി കഴിഞ്ഞ് കുറഞ്ഞ മാസങ്ങളായിട്ടുള്ളവർക്കും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഏത് ഏജിലുള്ളവർക്കും ഏത് ആരോഗ്യസ്ഥിതിയിലുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രിങ്കാണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. മറ്റുള്ളവരിലേക്കും കൂടെ ഇത്തരം വിവരങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാം. നന്ദി.